നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കുന്ന റീഡിങ്സ് നിങ്ങളെ ചതിച്ചവരുടെ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് പോയിരിക്കുന്ന വ്യക്തികളുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് പെയിൻ നൽകി, നിങ്ങൾ വളരെ വിശ്വാസത്തോടു കൂടി ചേർത്ത് നിർത്തിയ ഒരു വ്യക്തി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏത് പേഴ്സൺ ആണെങ്കിലും അവരെ നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അവരെന്തിനാണ് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തത്, എന്ത് സാഹചര്യമാണ് അവർക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചതെന്നുള്ള എനർജി കൂടി നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്കിവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഏത് വ്യക്തിക്ക് വേണ്ടിയിട്ടാണോ ഈ റീഡിങ്സ് കാണുന്നത് ആ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങൾ എനർജിയെ കണക്റ്റ് ചെയ്യുക, നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള ഒരു റീഡിങ്സ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അഫർമേഷൻസ് എഴുതുക കേട്ടോ. ഞാൻ ഇപ്പോഴും വാട്സപ്പിൽ വന്ന് നിന്ന് അഫർമേഷൻസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ 2026 ഫസ്റ്റ് മുതൽ ജനുവരി മാസം മുതലുള്ള എത്ര റീഡിങ്സ് ഉണ്ടോ ആ റീഡിങ്സിലെല്ലാം എക്സ്പ്ലനേഷൻ ചെയ്ത് നമ്മൾ മടുത്തൊരു കാര്യമാണ്. നിങ്ങൾ അതിലേതെങ്കിലും റീഡിങ്സ് ഏറ്റവും ഫസ്റ്റ് ഈ വർഷം ഫസ്റ്റ് ഇട്ടിരിക്കുന്ന റീഡിങ്സിൽ അത് യൂണിവേഴ്സൽ മെസ്സേജിലായാലും റിലേഷൻഷിപ്പ് റീഡിങ്സിലായാലും നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ സാധിക്കും. എടുത്തു നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരാൻ വേണ്ടി തീർച്ചയായിട്ടും അഫർമേഷൻസ് എഴുതുക കേട്ടോ. അതൊരു അത്ഭുതമാണ്, മിറാക്കിളാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. അത് ഏത് കാര്യത്തിനാണേലും നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു ബ്ലോക്കായിട്ട് നിൽക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമായി, നിങ്ങളതിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്ന രീതിയിൽ തന്നെയാണ് അഫർമേഷൻസ് എഴുതേണ്ടത്. പിന്നെ പേഴ്സണൽ റീഡിങ്സ് വേണം, അത്യാവശ്യമാണ് എന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങളുടെ മനസ്സിനകത്തുള്ള ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു ഗൈഡൻസ് തേടാവുന്നതാണ് കേട്ടോ. പേഴ്സണൽ റീഡിങ്സിന് പേയ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ നിങ്ങൾക്ക് റീഡിങ്സ് ആവശ്യമാണെങ്കിൽ അവരതിൻ്റെ ഡീറ്റെയിൽസ് ഇട്ട് തരുമ്പം പേയ്മെൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ വോയിസ് ആയിട്ട് ഇട്ട് കൊടുക്കുക ചെയ്യുക. കാരണം ഇത് എല്ലാവരും തിരക്കുള്ളവരായിരിക്കും അല്ലേ, നമ്മളെല്ലാവരും ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നവരാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സമയങ്ങളായിരിക്കാം ടാറോ റീഡിങ്സിനൊക്കെ ആയിട്ട് ഇരിക്കുന്നത്. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ കണക്റ്റ് ചെയ്ത് പോവാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് നോക്കാം. നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത വ്യക്തികളുടെ ഇപ്പോഴത്തെ ഒരു കറൻറ്റ് അവസ്ഥയാണ് നമ്മൾ നോക്കുന്നത്. 9 ഓഫ് കപ്സിൻ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് കേട്ടോ. കർമ്മ എനർജിയിലാണ് നിൽക്കുന്നത്. നിസ്സഹായതയുണ്ട്, കുറ്റബോധമുണ്ട്, മനസ്സാക്ഷി ചോദ്യം ചെയ്യുന്നൊരവസ്ഥയാണ്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് കേട്ടോ. അതായത് തെറ്റുപറ്റി എന്നുള്ളൊരു ഫീലിങ്സ് അവരുടെ സോൾ എനർജിയിൽ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കരയുകയാണ് എന്ന് തന്നെ പറയാൻ സാധിക്കും. കുറ്റബോധം കൊണ്ട് നീറുകയാണ്, മനസ്സമാധാനമില്ല. എല്ലാ മാർഗങ്ങളിൽ നിന്നും അവർ ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അവരെവിടെ ചെല്ലുമ്പോഴും അവിടെയെല്ലാം അവർ കർമ്മ നേരിടുന്നുണ്ട് കേട്ടോ. അവർ ഏത് ഭാഗത്ത് അവരുടെ പ്രസൻസ് ഉണ്ടായാലും അവിടെ നിന്നും അവർക്ക് കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ തിരിച്ചുള്ള അവർക്ക് ലഭിക്കുന്ന ആ ഒരു ഫലമെന്ന് പറയുന്നത് കർമ്മ പോലെയാണ് കിട്ടുന്നത്. അതായത് ഒരിടത്തും അവർക്ക് സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു ഫീലിങ്സ് ഇല്ല. കാരണം ഒരാളുടെ കണ്ണുനീരിന്, സത്യമുള്ള കണ്ണുനീരിന് തീർച്ചയായിട്ടും കർമ്മയുണ്ടാവും കേട്ടോ. ചില ബന്ധങ്ങളൊക്കെ നമ്മളിൽ നിന്നും ഡിവൈൻ തന്നെ എടുത്തു മാറ്റുന്നുണ്ട്. ചിലരെ കൊണ്ട് നമ്മളെ കർമ്മ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില വ്യക്തികളിൽ നിന്ന് ചീറ്റിംഗ് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊന്നും നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ അവർ ആ ഒരു കർമ്മ ചെറിയ രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യുമെങ്കിലും നിങ്ങൾ ചെയ്ത് ചില പാവങ്ങൾക്ക് ചില വ്യക്തികളെ അവിടെ ഒരു കർമ്മയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരതിൻ്റെ ചെറിയ രീതിയിലുള്ളൊരു എക്സ്പീരിയൻസിലൂടെ അങ്ങ് കടന്നുപോയി അവരുടെ ലൈഫ് ഹീലായി പോകും. അതേസമയം സത്യമുള്ള, അതായത് നിങ്ങളെ പ്രപഞ്ചം പോലും ചേർത്ത് പിടിപ്പിച്ച ഒരു കാര്യത്തിലാണ് ചതിക്കപ്പെട്ടതെങ്കിൽ 100% നിങ്ങൾ ചെയ്തൊരു നന്മയ്ക്ക് പ്രതിഫലം തിന്മയാണ് ലഭിച്ചതെങ്കിൽ അതിൻ്റെ ഫലം അവരനുഭവിക്കാതെ ഒരു കാരണവശാലും ഒന്നും അവസാനിച്ചു പോകില്ല. പ്രപഞ്ചം അത് കണക്ക് കൂട്ടി കണക്ക് കറക്റ്റായിട്ട് ചോദിച്ചിരിക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുമായിട്ടുണ്ടായ ഒരു റിലേഷൻ, ഒരു പുതിയ തുടക്കം, നിങ്ങളും അവരുടെ ഒത്തുചേർന്ന് വളരെയധികം ഹാപ്പിനെസ്സോടുകൂടി
തീരുമാനങ്ങൾ എടുത്തു തുടങ്ങിയ ചില കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും കരിയർ മേഖലയുമായിട്ട് കണക്ട് ചെയ്തുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാണാം. ജീവിതത്തിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളായിരുന്നു കാണാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് ഒരു ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കം പോലെ ജീവിതത്തിൽ പുതിയൊരു കാലഘട്ടം, പുതിയൊരു തുടക്കം കണക്ട് ചെയ്തതുപോലെ നിങ്ങളുടെ ബന്ധത്തിൽ കടന്നു പോയിരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. അതായത് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഈ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള റിലേഷനിലെന്നാണ് കാണുന്നത്. ആ പ്രതീക്ഷയെ പൂർണ്ണമായിട്ടും തകർത്ത് കളയുന്ന രീതിയിലാണ് നിങ്ങൾക്ക് ചീറ്റിംഗ് ലഭിച്ചത്. നിങ്ങൾ വിശ്വസിച്ചിരുന്ന, വളരെ ബ്ലെസ്സിങ്സ് ആയിട്ട് ദൈവികമായിട്ട് കണ്ടിരുന്ന ആ ഒരു ബന്ധത്തിൽ അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിനാണ് ഇത്രയും ശക്തമാകുന്നൊരു വിള്ളൽ അല്ലെങ്കിൽ ഒരു തകർച്ച നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ആ ഒരു അതിൻ്റെ ഫലം നിങ്ങൾ എത്രത്തോളം ഉറക്കം കെട്ട സമയങ്ങളും വിശപ്പ് കെട്ട സമയങ്ങളും എത്രത്തോളം മാനസികപരമാകുന്നൊരു ഭാരം നിങ്ങൾ ചുമന്നോ, അത് അവരിപ്പം നേരെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഹെയറോഫെൻറ്റിൻ്റെ എനർജി വന്ന് നിൽപ്പുണ്ട്. അവർ സന്തോഷം കണ്ടെത്താൻ അല്ലെങ്കിൽ സമാധാനം കണ്ടെത്താൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. അവരൊരു ഹെൽത്തി സിറ്റുവേഷൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ മധ്യസ്ഥ, അതായത് മറ്റാരുടെയൊക്കെയോ പ്രസൻസ് അവർ തേടുന്നുണ്ട്. അവർക്ക് സമാധാനമായിട്ട് അവരുടെ ലൈഫിലുള്ള ഈ ഒരു വെല്ലുവിളിയിൽ നിന്നും, അവരുടെ ജീവിതത്തിൽ വരുന്ന തടസ്സങ്ങളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കണം. അവർ എന്ത് ചെയ്യുമ്പോഴും അവിടെയെല്ലാം ശക്തമാകുന്ന ശത്രുത വരുന്നുണ്ട്, അവർക്ക് തടസ്സം വരുന്നുണ്ട്. അവർ ആക്ഷൻ എടുക്കുന്നതൊന്നും ഒരു പൂർണ്ണതയിൽ എത്തുന്നില്ല. കാരണം അവർ പല രീതിയിൽ അവരുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അവർക്ക് അവിടെ നിന്നെല്ലാം ലഭിക്കുന്നത് നെഗറ്റീവാകുന്ന റിസൾട്ടാണ്. അവരോട് മത്സരിക്കാനും അവരെ തകർത്ത് കളയാനും അങ്ങനെയുള്ള എനർജികളാണ്, അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങളാണ് ഈ വ്യക്തിയുടെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത്. വിശ്വസിക്കാൻ പറ്റാത്ത വിധം എല്ലാം പൂർണ്ണതയിൽ എത്തി എന്ന് കാണുമ്പോഴാണ് തവിടുപൊടിയാവുന്നത്, തകർച്ചയിലേക്ക് ഈ പേഴ്സൺ പോകുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും മുക്തി നേടാൻ, അവരനുഭവിക്കുന്ന ഈ ഒരു കർമ്മയിൽ നിന്നും മുക്തി നേടാൻ വളരെയധികം അവർ ശ്രമിക്കുന്നുണ്ട്. അവർ പലയിടങ്ങളിലും പോയി പല കാര്യങ്ങളും ചെയ്തു നോക്കുന്നുണ്ട് കേട്ടോ. പല തന്ത്രങ്ങളും കുതന്ത്രങ്ങളും ഒക്കെ അവർ പ്രയോഗിക്കുന്നുണ്ട് അവരുടെ ലൈഫിനകത്തുള്ള ഒരു കർമ്മയിൽ നിന്നും പുറത്ത് കടക്കാൻ. പക്ഷേ സമയമായിട്ടില്ല എന്നുള്ളത് അവർക്കും വ്യക്തമായിട്ട് അറിയാം. അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊരു ഗൈഡൻസ് കൊടുക്കുന്നവർക്കും അറിയാം. ഇനിയും കിടക്കുകയാണ് വർഷങ്ങൾ അവരുടെ ലൈഫിലെ ആ ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അവർ ചെയ്ത പാവകർമ്മത്തിന് ഒരു ഹീലിംഗ്, ഒരു മോചനം ഉണ്ടാകാൻ എന്നുള്ളതാണ് കാണുന്നത്. പെട്ടെന്നൊന്നും ഈ ഒരു പേഴ്സണ് ഒരിക്കലും പുറത്ത് കടക്കാനോ സന്തോഷകരമാകുന്ന ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചേരാനോ സാധിക്കുകയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ഓപ്പർച്യൂണിറ്റീസുകളൊക്കെ ചെല്ലുന്നുണ്ട്. ഈ വ്യക്തിയിലേക്ക് പല കാര്യങ്ങളും ചെല്ലുന്നുണ്ടെങ്കിലും അതെല്ലാം റിജക്റ്റ് ചെയ്യുകയാണ്, എല്ലാത്തിനെയും മാറ്റി വയ്ക്കുകയാണ്, ഒന്നും ഒഴിവാക്കുന്നില്ല, കൺമുന്നിൽ തന്നെ നിലനിർത്തിക്കൊണ്ട്. അതായത് വേണ്ട എന്നും പറയുന്നില്ല, വേണമെന്നും പറയുന്നില്ലാത്തൊരവസ്ഥയിലാണ് ഓപ്പർച്യൂണിറ്റീസുകൾ. കാരണം സ്വീകരിക്കാൻ ഉൾഭയമാണ് നമുക്ക് കാണുന്നത്. മാത്രമല്ല ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക്, അതായത് കുറച്ച് ദൈവീക പാതയിലേക്ക് മാറിയിട്ടുണ്ട്. കാരണം ഈ ഒരു വ്യക്തി അനുഭവിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ സ്ട്രഗിളാണ്, വെല്ലുവിളി നിറഞ്ഞൊരവസ്ഥയാണ്. എവിടെ ചെന്ന് തൊട്ടാലും അവിടെ നിന്ന് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരിക, നഷ്ടങ്ങൾ നേരിടേണ്ടി വരിക, മാനസിക സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരിക. ഇങ്ങനെയുള്ള സാഹചര്യം ആയതുകൊണ്ട് ഒരു പ്രൊട്ടക്ഷൻ കീപ്പ് ചെയ്ത് ഒന്നിലും ഇൻവോൾവ് ആകുന്നുമില്ല, എന്നാൽ എല്ലാത്തിലും കൂടെ ഉണ്ട് എന്നുള്ളൊരു അവസ്ഥയിൽ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കടന്നു പോകേണ്ടി വരുന്നു. ശരിക്കും മനസ്സുകൊണ്ട് ഉരുകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും, പുറത്ത് പ്രകടിപ്പിക്കാതെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു പുതിയൊരു ബന്ധം ഇവരുടെ ലൈഫിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു തേർഡ് പാർട്ടി പ്രസൻസ്, അതൊരു പൂർണ്ണതയോടുകൂടി ലൈഫ് ലോങ് കമ്മിറ്റഡോട് കൂടിയുള്ളൊരു എഗ്രിമെൻറ്റോട് കൂടി തുടങ്ങി വെച്ചിരിക്കുന്ന ഒരു എനർജീനെയും കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ്
വളരെ ആഴത്തിൽ കണക്റ്റ് ചെയ്യുന്ന പ്രസൻസ്, അതായത് അത് വിട്ട് കളയാൻ പറ്റാത്ത വിധമുള്ള ചില എഗ്രിമെൻറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ക്ലിയർ ചെയ്ത് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് കൂടി ഇവരുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു പക്ഷേ അത് അവർക്കിപ്പോൾ ഒരു ചെറിയ ആശ്വാസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു അബണ്ടൻസ്, ചെറിയ രീതിയിൽ ഒരു നിലനിൽപ്പിനെ ആ ഒരു തേർഡ് പാർട്ടിയുടെ പ്രസൻസ് നമ്മളുടെ ഈ ഒരു എനർജിയിലേക്ക് വന്നവർക്കൊരു ഗുണമുണ്ട്. അതെല്ലാ രീതിയിലും ഒരു സപ്പോർട്ടായിട്ട്, ഒരു മദർഹുഡ് എനർജി പോലെ എല്ലാം കേൾക്കാനും എല്ലാ സാഹചര്യത്തിനും നല്ല ഗൈഡൻസ് കൊടുക്കാനും, ഫിസിക്കലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും അതുപോലെ തന്നെ വെൽത്ത് പരമായിട്ട് സാമ്പത്തികപരമായിട്ടൊക്കെ ആണെങ്കിലും വളരെയധികം ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു തേർഡ് പാർട്ടി പ്രസൻസിൻ്റെ എനർജി ഇതിൽ കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അത് പക്ഷേ ശരിക്കും മൂർച്ചയുള്ളൊരു വാളാണ്. അവിടെ എന്തെങ്കിലും ഒരു തട്ടുകേട് പറ്റിയാൽ നല്ല രീതിയിൽ തന്നെ ആഘാതമേൽക്കേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ സിക്സ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. ആ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി അല്ലെങ്കിൽ ആ ഒരു മനസ്സിലാക്കലിൽ നിന്നും അത്ര സംതൃപ്തമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി അവിടെ ഒരു നിരാശ, ഒരു പെയിൻ എനർജി ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കോൺട്രാക്റ്റ് എനർജി ഉണ്ട്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മറ്റെന്തൊക്കെയോ കാര്യങ്ങളെയും കൂടി ഒരു ഫ്യൂച്ചർ പ്ലാനിങ് ഒക്കെ കണക്റ്റ് ചെയ്ത് ഒരു തേർഡ് പാർട്ടി പ്രസൻസ് ഈ ഒരു ബന്ധത്തിൽ ഉണ്ടെങ്കിൽ പോലും നമുക്കിവിടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അവർക്ക് അസംതൃപ്തിയാണ്, ഓവർകം ചെയ്യാനാണ്, അതിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു റിലേഷനിൽ അങ്ങ് സമാധാനപരമായിട്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല. ഒരു അശാന്തിയാണ് അവിടെ, ഒരു സംതൃപ്തി ഇല്ലായ്മയാണ്. എപ്പോഴും മനസ്സ് അതിൽ നിന്ന് പുറത്തു പോകണമെന്നുള്ളൊരു ചിന്ത. ശരിക്കും ഇവരെ സംബന്ധിച്ച് ഇവർക്കൊരു സ്ഥായിയായിട്ട് ഒരു സ്ഥിരതയുള്ളതായ ഒരു അവസ്ഥയും ഒരിടത്തും ഇല്ല എന്ന് പറയാൻ സാധിക്കും. തേർഡ് പാർട്ടി പ്രസൻസിലാണെങ്കിൽ പോലും തേർഡ് പാർട്ടി ഇവരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, അണ്ടർസ്റ്റാൻഡിങ് ചെയ്ത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോടുകൂടി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് അതിൽ നിന്ന് ഓവർകം ചെയ്യണം, എസ്കേപ്പിംഗ് ചെയ്യണം, മാറിപ്പോകണം, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ അതൊന്ന് അവസാനിപ്പിക്കണം എന്നിങ്ങനെ മനസ്സെപ്പോഴും ഇവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് ശരിക്കും അതൊരു വെല്ലുവിളി പോലെയാണ് ഇവരുടെ ലൈഫിൽ നിൽക്കുന്നത്. അതൊരു സ്ഥിരതയോടുകൂടി നിൽക്കാൻ പറ്റില്ല. പക്ഷെ അതൊരു മൂർച്ചയുള്ള വാളാണ്. അവിടെ നിന്നും അവർ മൂവ് ഓൺ ചെയ്യുമ്പം അത് അവർക്ക് കിട്ടാവുന്നതിലേക്ക് ഏറ്റവും ശക്തമാകുന്ന ഒരു ആഘാതമുണ്ടാക്കും. നല്ലൊരു വീഴ്ച അവർക്ക് പ്രതീക്ഷിച്ചിരിക്കാം. അത് പല രീതിയിലും അവരെ തകർത്ത് കളയും. അവരുടെ സാമ്പത്തികത്തെ അത് ബാധിക്കും, അവരുടെ കരിയറിനെ ബാധിക്കും, അവരുടെ ഹെൽത്ത്, വെൽത്ത് എല്ലാ രീതിയിലും അവരെ ബാധിക്കും. അതിനപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവരുടെ മാനാഭിമാനത്തെ പോലും ഇത് ബാധിക്കുന്ന തരത്തിലുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. ഒരു കുടുക്കിലാണ് പെട്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇവരെക്കാൾ ഏജ്ഡ് ഉള്ളൊരു വ്യക്തി ആയിരിക്കാം കേട്ടോ ഈ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജിയിൽ നിൽക്കുന്നത്. അതല്ല എങ്കിൽ ഒരു വിഡോ എനർജി ആയിട്ടോ എന്താണെങ്കിലും ഒരു ഇച്ചിരി മെച്യൂരിറ്റി കൂടി, ഇവരെക്കാൾ കൂടുതൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയേക്കാൾ കൂടുതൽ മെച്യൂരിറ്റി ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ കാണുന്നത്. ഒരു പക്ഷേ കുറച്ച് കാര്യങ്ങൾ നീണ്ടു വിചാരത്തോടു കൂടി ചെയ്യുകയും അതല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവരനുഭവിച്ച എക്സ്പീരിയൻസുകളെ കണക്റ്റ് ചെയ്തായിരിക്കാം ഇവിടെ അവരൊരു എഗ്രിമെൻറ്റിങ് എനർജി വെച്ചിരിക്കുന്ന അവർ കുറച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അതായത് അവർക്കൊരു തട്ടുകേട് വരരുതെന്ന് ചിന്തിച്ച് തന്നെ. അതുപോലെ തന്നെ നമുക്കിവിടെ അവരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഒരു റിസ്ക് എനർജിയാണ്. ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലേക്ക് അവരുടെ ലൈഫിനെ കൊണ്ടുപോകാൻ പറ്റാത്ത വിധം എപ്പോഴും ഒരു ബ്ലാക്ക് മാജിക് എനർജി പോലെ എന്തോ ഒരു നെഗറ്റീവ് സ്റ്റക്നെസ്, അതായത് ഇവർ കാര്യങ്ങളെല്ലാം ഓക്കെ ആക്കി എടുത്തുകൊണ്ട് വന്ന് സക്സസ്സിൽ എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും അവർക്ക് തകർച്ച പറ്റുന്നൊരവസ്ഥയാണ് കാണുന്നത്. സ്നേഹത്തെയൊക്കെ ഹൈഡ് ചെയ്ത് വെക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. അവരെ സംബന്ധിച്ച് അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസിനെ അവരെ ഫോക്കസ് ചെയ്യുന്നത് ആര്, അവരെ കാത്തിരിക്കുന്നത് എന്ത് എന്നൊക്കെ അറിയാമെങ്കിലും അവരെ സംബന്ധിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന അവരുടെ സ്നേഹം, അവരുടെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെ ആശയും എല്ലാം അവർക്ക് ഹൈഡ് ചെയ്ത് പിടിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഒന്നും അവർക്ക് പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ്. ഒരു ആഗ്രഹമുണ്ട്,
ഹാപ്പി ഫാമിലി എനർജിയൊക്കെ വേണം, സന്തോഷകരമാകുന്നൊരു ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ വേണമെന്ന് വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും സാധ്യമല്ലാതെ എല്ലാം ഉള്ളിലൊതുക്കി, അവരുടെ ആഗ്രഹങ്ങളെയെല്ലാം ഉള്ളിലൊതുക്കി ജസ്റ്റ് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് നിൽക്കുക എന്നൊരവസ്ഥയാണ്. ആക്ഷൻ ഒന്നിലും എടുക്കാൻ പറ്റുന്നില്ല. കൂടെ ഉള്ളവരെ പോലും അവർക്കൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള വീഴ്ചകൾ ഇവരിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവർക്ക് ശക്തമാകുന്ന അടി കിട്ടിയിട്ടുണ്ട്. സൺറൈസിങ് ഉള്ള വ്യക്തിയായിരുന്നു. അവരുടെ കർമ്മമാണ് ഇവരെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇവർ ചെയ്ത പ്രവൃത്തിയുടെ ഫലം, നീണ്ടു വിചാരമില്ലായ്മ, വിവേകത്തോടു കൂടി പ്രവർത്തിക്കാണ്ടിരുന്ന സിറ്റുവേഷൻസ് ഒക്കെ തന്നെയാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന അബണ്ടൻസ്, ഈ വ്യക്തിക്ക് അനുയോജ്യമായ സോൾ കണക്ഷൻസിൽപ്പെട്ട ബന്ധങ്ങളെല്ലാം ഈ വ്യക്തിയിൽ നിന്നും വിട്ടുപോയത്, അമിതമാകുന്ന വികാരങ്ങളെ കൺട്രോൾ ചെയ്യാതെ പ്രകടിപ്പിച്ചതിൻ്റെ ഫലമാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്ട്രെങ്ത് കാർഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. പാസ്റ്റ് ലൈഫ് കർമ്മ നിപ്പുണ്ട് കേട്ടോ. ഈ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ഉള്ള ബന്ധമാണ്. പാസ്റ്റ് ലൈഫിൻ്റെ ഒരു കർമ്മ ഇവരിൽ കണക്റ്റഡ് ആണ്. അതായത് ഇവർക്ക് ചില കാര്യങ്ങൾ ശരിക്കും അനുഭവിക്കാനുണ്ട്. ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരും. അവർ പലയിടങ്ങളിലും മാറ്റി നിർത്തപ്പെടുക, പല രീതിയിലും അവരെ ചോദ്യം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റവാളിയെ പോലെ നിൽക്കേണ്ടി വരുന്ന, അവരാഗ്രഹിച്ച ആ ഒരു ലോകം, അവരാഗ്രഹിച്ച സ്വപ്നങ്ങളെല്ലാം അവർക്ക് ജസ്റ്റ് സ്വപ്ന ലോകത്ത് മാത്രം കണക്ട് ചെയ്ത് നിൽക്കേണ്ടി വരുന്ന, അവരുടെ സ്വപ്നങ്ങൾക്കൊത്തൊരു ലൈഫ് കണക്ട് ചെയ്യാൻ പറ്റാത്ത വിധമുള്ള കർമ്മയുണ്ട്. പാസ്റ്റ് ലൈഫ് കർമ്മ എനർജി കണക്റ്റഡ് ആണ്. അപ്പോൾ അതനുസരിച്ചാണ് അവർ ഈ നിൽക്കുന്നത്. പ്ലസ് അവരെ സംബന്ധിച്ച് ഒരു ഇൻഡിസിഷൻ എനർജി, കറക്റ്റായിട്ട് ഒരു കാര്യത്തിനും ഒരു ഡിസിഷനും എടുക്കാൻ പറ്റില്ല. അവരുടെ ഫ്യൂച്ചർ പ്ലാനിങ് എല്ലാം അവരുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങളിൽ മാത്രം സ്റ്റക്കാകുന്നു. അവർക്ക് ഒന്നിനും ആക്ഷൻ എടുക്കാനോ അതല്ലെങ്കിൽ അവരാഗ്രഹിച്ച രീതിയിൽ അവർക്ക് അവരുടെ ലൈഫിനെ കൊണ്ടുപോകാനോ പറ്റാത്ത വിധം അവർ സ്റ്റക്കായിട്ട് നിൽക്കേണ്ടി വരുന്നതാണ് അവരുടെ കർമ്മയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇൻഡിസിഷൻ എനർജിയാണ്. അവർക്കൊരു ഇമോഷണലി അവരിങ്ങനെ സ്റ്റക്കാണ്. തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ്, കണ്ണ് കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ. അതായത് എന്താണ് സംഭവിക്കുന്നത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ അവർക്ക് അവരുടെ സാഹചര്യത്തിനായിരിക്കും, അവരനുഭവിച്ച ചില പ്രശ്നങ്ങളെ ബേസ് ചെയ്ത് അവർക്ക് കിട്ടിയ ചില തിരിച്ചടികൾ അവർക്ക് കൂടുതൽ കാണാനോ കൂടുതൽ അറിയാനോ പറ്റാതെ പോകുന്ന ഒരു ടോക്സിക് ഫീലിങ്സിലാണ് അവർ നിൽക്കുന്നത്. എന്താണേലും 7 ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. കൺഫ്യൂസ്ഡ് ആണ്, ഒരു എന്താ പറയുക, മായാവലയത്തിൽപ്പെട്ട ഒരവസ്ഥ, നിരാശയിൽ കുടുങ്ങി നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ്, ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നോക്കുമ്പം അവർ പലയിടങ്ങളിൽ പല രീതിയിൽ അവർ ചീറ്റിംഗ് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് കേട്ടോ. അവരുടെ കർമ്മയാണ് കേട്ടോ ഇതൊക്കെ. അവരുടെ പാസ്റ്റ് ലൈഫിനെ കണക്റ്റ് ചെയ്താണ് ഈ ജന്മം അവരുടെ ജീവിതത്തിൽ പലതും അവർ ചെയ്ത് കൂട്ടിയിരിക്കുന്നത്. പലയിടങ്ങളിൽ പല സമയങ്ങളിൽ ഈ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. ഇയാൾ ഇമോഷണലിയാണ് എല്ലായിടത്തും ചീറ്റിംഗ്. അത് ഫെമിനിയൻ ആയിക്കോട്ടെ മസ്കുലൻ ആയിക്കോട്ടെ, ഇവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ഇമോഷണലി ഇവർ പല സമയങ്ങളിൽ പല വ്യക്തികളാൽ ഇവർ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട് പല വ്യക്തികളുടെ എനർജിയിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഇനിയും മുന്നോട്ടേക്ക് പരീക്ഷണങ്ങളുടെയും അതുപോലെ തന്നെ അവർ ചെയ്തതെല്ലാം റിപ്പീറ്റ് ചിന്തിക്കേണ്ടി വരികയും ഉരുകി തീരേണ്ടി വരികയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവർക്ക് ഇത്രയും നമ്മളുടെ എനർജിയിൽ വന്നിടത്ത് ഒരിടത്തും ഇവർക്ക് കർമ്മ ഹീലിംഗ് ഇല്ല. ഇവരുടെ സമയം കഴിഞ്ഞുപോയി. സക്സസിൻ്റെ അല്ലെങ്കിൽ നല്ല തെളിഞ്ഞ് ബ്ലെസ്സിങ്സ് ആയിട്ട് നിൽക്കേണ്ട സമയം കഴിഞ്ഞുപോയി. ആ ഒരു സമയത്തൊക്കെ ഇവർക്കുടെ ഏറ്റവും നല്ല പോസിറ്റീവായ സമയത്തൊക്കെ ഇവരെടുത്ത ആക്ഷനുകൾ, ഇവരെടുത്ത തീരുമാനങ്ങൾ
തീരുമാനങ്ങൾ, ഇവരുടെ പ്രവൃത്തികളെല്ലാം വളരെ തെറ്റായതായിരുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ഈ ഒരു പേഴ്സൺ ചീറ്റിംഗ് ചെയ്യാനുണ്ടായ കാരണം അവിടെയും ഒരു ഇമോഷണൽ ജസ്റ്റിസ് ആണ് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളിലേക്ക് വരും മുമ്പ് പാസ്റ്റിൽ എന്തെങ്കിലും ഒരു റിലേഷൻ്റെ എനർജി ബന്ധത്തിൽ ഇവർ കണക്റ്റഡ് ആയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഇവർ പോയി എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഇവർക്ക് വിട്ട് കളയാൻ പറ്റാത്ത അല്ലെങ്കിൽ മാറ്റി നിർത്താൻ പറ്റാത്ത, അവർക്ക് ശബ്ദമുയർത്തി അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആഴത്തിലുള്ള ശരിക്കും ഒരു ഭാര്യ-ഭർതൃ ബന്ധം എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതല്ലെങ്കിൽ അതിനോട് തുല്യമായി കണക്ഷൻസ് ഉള്ള അല്ലെങ്കിൽ ആഴത്തിൽ കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന, അതായത് നോ പറയാൻ പറ്റാത്ത തരത്തിലെ ഒരു എനർജി നിങ്ങൾക്ക് മുൻപ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിരുന്നു എന്നതും ആ ഒരു എനർജിയിലേക്ക് ഇവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു എന്നതുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന നിങ്ങളെ അവർ ചീറ്റിംഗ് ചെയ്തതിൻ്റെ മെയിനായിട്ടുള്ള ഒരു കാരണം. പിന്നെ നിങ്ങൾക്കിടയിൽ ഒരു കാർമിക് സമയം, മോശം സമയം, ഒരു മടുപ്പ്, വിരക്തി, താല്പര്യക്കുറവ് ഇതെല്ലാം വരികയും കുറച്ചൊരു ഹാർഡ് വർക്കാണ് ഈ ഒരു റിലേഷൻ ഇതിൽ നിൽക്കുന്നത്. അത് ശരിയല്ല, ഇതിനകത്തുനിന്ന് പല കാര്യങ്ങളും നേരിടേണ്ടി വരും, പല പ്രശ്നങ്ങളെയും നേരിടേണ്ടി വരുമെന്ന് അവർ ഭയപ്പെടുകയും ചെയ്തതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അതും നിങ്ങളിൽ നിന്നും വിട്ടുപോകാൻ, ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി എന്നത് ഡിഫിക്കൽറ്റി ആയിരുന്നു കാണും. നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ, നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ചില ധൈര്യക്കുറവുകളും ഈ ഒരു എനർജിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് മുന്നിൽ ആ ഒരു വ്യക്തി ശരിക്കും ഒരുപാട് കള്ളത്തരങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു, ഹൈഡ് എനർജികൾ ഉണ്ടായിരുന്നു. അപ്പം അതെല്ലാം നിങ്ങളാൽ ചോദ്യം ചെയ്യപ്പെടുമോ എന്നുള്ളൊരു ഫീലിങ്സ് ആ വ്യക്തിയിൽ ഭയം കണക്റ്റ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പിന്നെ ഇമോഷണലി ഒരു സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു കേട്ടോ മക്കളെ. അത് ഏറ്റവും വലിയൊരു സത്യമാണ് കേട്ടോ. നിങ്ങളുമായിട്ട് അവർക്ക് ഇമോഷണലി അൺസാറ്റിസ്ഫൈഡ് എനർജിയാണ്, ഒരു എന്താ പറയുക, ഒരു അസംതൃപ്തിയായിട്ടുള്ള ചില സമയങ്ങൾ കടന്നുപോയതായിട്ട് കാണുന്നുണ്ട്. ഒരു മടുപ്പും വിരക്തിയും താല്പര്യക്കുറവുമൊക്കെ കാണുന്നുണ്ട്. പ്ലസ് ഞാൻ പറഞ്ഞില്ലേ മറ്റൊരു സിറ്റുവേഷൻസ് അവരുടെ ലൈഫിൽ എപ്പോഴും സ്റ്റക്കായിരുന്നു കേട്ടോ. നിങ്ങളോട് ഹൈഡ് ചെയ്ത ഒരു സിറ്റുവേഷൻസ് നിങ്ങളിലേക്ക് വന്നപ്പോഴും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. അവിടെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അല്ലെങ്കിൽ അവിടെ കണക്റ്റ് ചെയ്യേണ്ടി വന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണുന്നത്. അത് നിങ്ങളുടെ ലൈഫിൽ നിന്നും ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നും വിട്ടുപോവാൻ, ലോങ് ഡിസ്റ്റൻസിലേക്ക് നിങ്ങളിൽ നിന്നും മാറിപ്പോകാൻ കാരണമായി. ഒരു പക്ഷേ നിങ്ങളോടത് തുറന്നു പറയാതെ ആയിരിക്കാം ആ ഒരു പേഴ്സൺ പോയത്. അതിൻ്റെ കാരണം ഒരു ഇംബാലൻസിങ് ഫീലിങ്സ് ആയിരുന്നു കേട്ടോ. നിങ്ങളെ അവർ ഭയപ്പെടുന്നുണ്ടായിരുന്നു എന്ന ഒരു എനർജി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ.